അപ്പോൾ അങ്ങനെ ഊണിൻ്റെ ടൈമായി, നല്ല വിശപ്പുണ്ട്, അത് മനസ്സിലായിട്ടുണ്ട്. ആഗ്രഹിച്ച പോലെ നമ്മൾ ഒരു കടയിലാണ് കയറിയിരിക്കുന്നത്. എന്തായിരുന്നു എന്ത് വേണം എന്ന് പറഞ്ഞാൽ ചാള വറുത്തത് എന്ന് പറയണത് അത് ഭയങ്കര ബന്ധമാണത്, കണക്ഷൻ ഉണ്ട്. അത് എന്താ പറയാ, വീട്ടിൽ മമ്മി നന്നായിട്ട് ചാള വറുത്തത് വെക്കും. എനിക്ക് ആ ഊണെന്ന് പറയുമ്പോഴേ അല്ല ഓരോ ദിവസം ഇന്നിപ്പോൾ എനിക്ക് ഊണ് ഈ പറഞ്ഞ ചോറ്, സാമ്പാർ, ചാള വറുത്തത്, പപ്പടം, രസം ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. അതിൻ്റെ കൂടെ അച്ചാറും രസം കൂടെ. പിന്നെ ഈ പറഞ്ഞ ചാളയുടെ പുറത്ത് ഒരു ഡെക്കറേഷൻ ഒക്കെ ഇല്ലേ, സവാള ഒക്കെ ഇട്ടിട്ട് 100 ആഴ്ച. എന്തൊരാശ്വാസം, ഞാൻ വിജയിച്ചു എന്നൊരു തോന്നല് ഉണ്ടല്ലേ. എല്ലാരും വിചാരിക്കും ഗ്രാഫിക്സ് ആണെന്ന്. ഒറിജിനലാണ്. ഓ, അച്ചാറിന്റെ ഒക്കെ ഇരിപ്പ് നോക്കിയേ. എനിക്കൊരു കാര്യം മനസ്സിലായി, ഫുഡ് നന്നായി എക്സ്പ്ലോർ ചെയ്യുന്ന ഒരാളാണ്. ആ ഫുഡ് പിന്നെ നമ്മളെല്ലാരും ഈ പണിയെടുക്കണ ഫുഡ് കഴിക്കാനാണ്. അതെ. അതിങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ നോട്ടീസ് ചെയ്ത് അവിടെ പോയി കഴിക്കുക. ഇത് കഴിഞ്ഞാല് എനിക്ക് എന്താ പറയാ, ഈ പറഞ്ഞ ചോക്ലേറ്റിന്റെ ഒരു ഒട്ടും ഇഷ്ടമില്ലാത്ത ആളാണ്. അത് എല്ലാവർക്കും മനസ്സിലാവും. ശരിക്കും ഇന്ന് തോന്നിയൊരു മൂഡാണോ അതോ എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണോ, ഈ ആഘോഷം തന്നെയാണോ? അല്ല, ചില ദിവസങ്ങളിൽ ബിരിയാണിയാണ്, ബീഫ് ബിരിയാണി ഇഷ്ടമാണ്. പക്ഷെ അതിൻ്റെ കൂടെ നമ്മൾ ആരും അറിയാണ്ട് സർപ്രൈസ് ആയിട്ട് ഈ ബിരിയാണിയുടെ ഉള്ളിൽ പുഴുങ്ങിയ മുട്ട വെക്കണം. അതൊരു ട്വിസ്റ്റ് ആയിരിക്കും. അത് കാണുമ്പോൾ ഒരു സന്തോഷം. സ്നേഹത്തോടെ കൊണ്ട് വെക്കണം എന്നാണോ ഉദ്ദേശിച്ചത് അതോ? അല്ലല്ല, അത് ഒളിച്ചിരിക്കുന്നു. അതിന്റെ അകത്തിരിക്കും. നമ്മളിങ്ങനെ ഇടുമ്പോഴായിരിക്കും അതുകൊണ്ട് ഒരു പുഴുങ്ങിയ മുട്ട വേണ്ടത്. അത് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ആചാരമാണ്. ഞാൻ ചോദിക്കട്ടെ, പ്രത്യേകിച്ച് മൂവിയിലൊക്കെ ചെയ്യുന്ന സമയം അപ്പം ഭയങ്കരമായിട്ട് എല്ലാവരും ഭയങ്കര കോൺഷ്യസ് ആയിരിക്കും. എന്തിനും ഭക്ഷണം കഴിക്കാനല്ലേ? അതായത് വണ്ണം വെക്കും, അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യണം, അങ്ങനെയൊക്കെ നമ്മൾ കുറേ ഇതായിരിക്കുമല്ലോ. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒന്നും ഒരു വിചാരങ്ങളും വേദനകളും ഇല്ലാത്ത ഒരാളാണ്. അല്ലേ, ഞാൻ എന്താ പറയാ, വിചാരിക്കുന്ന രീതിയിൽ എന്താ ചേച്ചി സാമ്പാർ വേണമെന്നോ, ചേച്ചി ഇത്തിരി സാമ്പാർ, അങ്ങനെ വലിയ ജിമ്മാവണം എന്നുള്ളൊരു സംഭവത്തിൻ്റെ ഒരു സംഭവം വന്നല്ലോ. ഇപ്പം എൻ്റെ ഒരു ഇതനുസരിച്ച് ക്യാരക്ടർ അനുസരിച്ചുള്ള സംഭവങ്ങൾ വരുന്നുണ്ട്. പിന്നെ അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞാൽ ബോഡി ഒന്ന് കട്ടാക്കണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ എനിക്ക് ഈ പറഞ്ഞ 2 ആഴ്ച 3 ആഴ്ചക്കുള്ളിലൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൽ രാവിലെ എങ്ങനെ നോൺ വെജ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുമോ? എനിക്ക് പൊറോട്ടയും രാവിലെ ബീഫ് ചാപ്സ് ഇഷ്ടമാണ്. പുട്ടും ഗ്രീൻ പീസും അടിപൊളിയാണ്. അതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് ഈ പറഞ്ഞ തണുത്ത വെള്ളം, ചായയും വേണം. ചായ എനിക്ക് ഈ പറഞ്ഞ പത വേണം. മമ്മീൻ്റെ അടുത്ത് ഞാൻ പറയും, മമ്മി പത വന്നിട്ടില്ല, പത എനിക്ക് ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഇപ്പം ഈ കുക്കിംഗ് ഒക്കെ എങ്ങനെയാണ്? കുക്കിംഗ് ഒക്കെ ചെയ്യാൻ താല്പര്യമുണ്ട്? കുക്കിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ അടുക്കള കയറി ഞാൻ ആദ്യം ഉണ്ടാക്കണം എന്താ പറയുക, ബഹളം. അതല്ലാതെ എനിക്ക് അടുക്കള കയറി ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല.